നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റേഷൻ കാർഡുള്ള ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഓണക്കിറ്റുമുണ്ട്. അതുപോലെ തന്നെ മറ്റു കാർഡുകൾക്ക് ഒരുപാട് സ്പെഷ്യൽ സാധനങ്ങളുമുണ്ട്. എന്തെല്ലാമാണ് ലഭിക്കുക, ആർക്കെല്ലാമാണ് ലഭിക്കുക, എന്നാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. കേരളത്തിൽ ഇപ്പോൾ സജീവമായിട്ട് 4 രൂപത്തിലുള്ള റേഷൻ കാർഡുകളാണ് നിലവിലുള്ളത്. വെള്ള, നീല, പിങ്ക്, മഞ്ഞ എന്നിങ്ങനെ 4 റേഷൻ കാർഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൽ ഇപ്രാവശ്യത്തെ ഓണക്കിറ്റ് ലഭിക്കുക മഞ്ഞ കാർഡുകൾക്ക് മാത്രമാണ്. ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾക്കായിരിക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. അടുത്ത മാസം തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ വിതരണം തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വെളിച്ചെണ്ണ അടക്കമുള്ള സാധനങ്ങളായിരിക്കും കിറ്റിലുണ്ടായിരിക്കുക. അതുപോലെ തന്നെ മറ്റ് കാർഡുകൾക്ക് ചെറിയ രൂപത്തിലുള്ള സ്പെഷ്യൽ അരിയും മറ്റു സാധനങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു സന്തോഷ വാർത്തയാണ്, എല്ലാ വർഷവും എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കുന്ന ഓണച്ചന്ത ഈ പ്രാവശ്യം വിപുലമായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി സ്പെഷ്യൽ അരിയും സ്പെഷ്യൽ വെളിച്ചെണ്ണയും എല്ലാം സബ്സിഡി നിരക്കിൽ മറ്റു കാർഡുകൾക്ക് ലഭിക്കും. നമുക്കറിയാം, കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷത്തോളം എല്ലാം ചില സമയങ്ങളിൽ സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ കുറച്ച് കൂടുതലും അതുപോലെ തന്നെ സബ്സിഡി സാധനങ്ങളില്ലാത്ത അവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഏതായാലും അത് അങ്ങനെ ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ ഇപ്പോൾ തന്നെ പറയുന്നത്. ഭക്ഷ്യവകുപ്പിൻ്റെ അറിയിപ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. വെളിച്ചെണ്ണ അടക്കമുള്ള സാധനങ്ങൾക്ക് സബ്സിഡി ഉണ്ടായിരിക്കും. റേഷൻ കാർഡ് അടിസ്ഥാനമാക്കി തന്നെയായിരിക്കും സാധനങ്ങൾ ലഭിക്കുക. നിങ്ങൾ സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ റേഷൻ കാർഡ് കൈവശം വെക്കണം. അതുപോലെ തന്നെ മഞ്ഞ കാർഡ് നമ്മൾ മുകളിൽ പറഞ്ഞ കിറ്റ് റേഷൻ കാർഡുകൾ വഴിയായിരിക്കും വിറ്റഴിക്കുക. തികച്ചും സൗജന്യമായിരിക്കും റേഷൻ കടകൾ വഴി കിറ്റ് ലഭിക്കുക. മഞ്ഞ റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട ആളുകൾക്കായിരിക്കും ഈ കിറ്റ് ലഭിക്കുക. കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാൾ ഫിംഗർ പതിപ്പിക്കുന്നതോട് കൂടി തന്നെ അവർക്ക് കിറ്റ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന കാര്യമാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്കറിയാം, നമ്മുടെ കാർഡിൽ നിന്നും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ 40 ദിവസത്തിനകം തന്നെ നമ്മൾ അവരുടെ പേര് റിമൂവ് ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം പിന്നീട് അവരുടെ പേരിൽ വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. മരിച്ച ആളുടെ പേര് ഒഴിവാക്കാൻ വളരെ സൗകര്യമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഓൺലൈൻ സെൻറ്റർ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. മരിച്ച് 40 ദിവസം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആകുന്നുണ്ട്. 40 ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ എത്ര കിലോ അരിയായിരിക്കും വാങ്ങിയത് അവർ കണക്ക് കൂട്ടി ആ ഫൈൻ കൂടി അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, റേഷൻ കാർഡിൽ മരണപ്പെട്ട ആൾ കുടുംബനാഥയാണെങ്കിൽ നമുക്ക് കുടുംബത്തിലെ മറ്റു സ്ത്രീയംഗത്തെ കുടുംബനാഥയാക്കി നമുക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കാൻ സാധിക്കും. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന അപേക്ഷ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് അപ്രൂവ്ഡ് മെസ്സേജ് വരികയും നമ്മൾ കൊടുത്ത അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് റേഷൻ കാർഡ് പ്രിൻ്റ് എടുക്കാനും സാധിക്കും. ഒരു കാര്യങ്ങൾക്കും നമ്മൾ സപ്ലൈ ഓഫീസിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. ഫൈനുകളും മറ്റും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ സപ്ലൈ ഓഫീസിലോ അല്ലെങ്കിൽ റേഷൻ കടകളിലോ പോകേണ്ട ആവശ്യമില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം.